മദർഷിപ്പ് വിഴിഞ്ഞം തുറമുഖത്തെത്തി. സാൻ ഫെർണാണ്ടോ കപ്പലിന് ജലാഭിവാദ്യം നൽകി സ്വീകരണം. ട്രയൽ റൺ ഉദ്ഘാടനവും ഔദ്യോഗിക സ്വീകരണവും നാളെ. വിഴിഞ്ഞം UDFന്റെ കുഞ്ഞെന്ന് VD സതീശൻ. ട്രയൽ റൺ ചടങ്ങിൽ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയതിൽ നാളെ UDF പ്രതിഷേധം. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ താൽക്കാലിക ബാച്ചുകൾ അനുവദിച്ചു. വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രഖ്യാപനം നിയമസഭയിൽ. കോഴിക്കോട് ബാച്ച് അനുവദിക്കാത്തതിൽ MSF പ്രതിഷേധം. യുവാക്കളുടെ വിദേശ കുടിയേറ്റം സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. സംസ്ഥാനത്ത് പനി ബാധിച്ച് 3 മരണം. പനി ബാധിതരുടെ എണ്ണം 10,000-ന് മുകളിൽ തുടരുന്നു. 6 പേർക്ക് കോളറയും സ്ഥിരീകരിച്ചു. തൃശൂർ മേയർക്കെതിരെ വീണ്ടും കടുപ്പിച്ച് CPI. MK വർഗീസിനെ മാറ്റണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് VS സുനിൽകുമാർ. തെരഞ്ഞെടുപ്പിൽ മേയർ പ്രവർത്തിച്ചത് BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടിയെന്നും വിമർശനം. MK വർഗീസ് രാജിവെക്കണമെന്ന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ. സംസ്ഥാന സർക്കാരിനെതിരെ വിമർശനവുമായി CAG. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് വന്യജീവി മനുഷ്യ സംഘർഷത്തിന്റെ ആക്കം കൂട്ടി. KSEBിൽ നടത്തിയ ശമ്പള പെൻഷൻ പരിഷ്കരണം അധിക ബാധ്യതയുണ്ടാക്കി. സംസ്ഥാനത്തെ ഭൂരിഭാഗം പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലെന്നും CAG റിപ്പോർട്ട്. മന്ത്രിമാർ അടക്കം ഉന്നതർ വാഹനങ്ങളിൽ അശോകസ്തംഭവും ഫ്ലാഷ് ലൈറ്റും ഉപയോഗിക്കുന്നതിനെതിരെ ഹൈക്കോടതി. അശോകസ്തംഭം ഉപയോഗിക്കുന്നത് കേന്ദ്ര നിയമങ്ങളുടെ ലംഘനം. അനധികൃതമായി ഫ്ലാഷ് ലൈറ്റ് ഉപയോഗിക്കുന്ന വാഹനങ്ങളുടെ ഫിറ്റ്നസ് റദ്ദാക്കണമെന്നും കോടതി. PSC കോഴ ആരോപണത്തിൽ വസ്തുത പുറത്തുവരണമെന്ന് പ്രമോദ് കോട്ടൂളി. ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ബോധ്യപ്പെടുത്തും. പ്രതികരണം പാർട്ടിക്ക് വിശദീകരണം നൽകിയതിന് പിന്നാലെ.